ഹലോ ഡിയേഴ്സ്, നിങ്ങളുടെ പ്ലസ് ടുവിലെ മാർക്ക് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള സ്ട്രാറ്റജീസുമായി ബന്ധപ്പെട്ട ഒരു കിടിലൻ വീഡിയോ ആണ്. കാരണം നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളും എങ്ങനെ സ്പെൻഡ് ചെയ്യണം, എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് അതിനകത്തെ സ്ട്രാറ്റജീസ്, എങ്ങനെ പഠിച്ചാലാണ് മാക്സിമം മാർക്ക് വാങ്ങിക്കാൻ സാധിക്കുക, എത്ര മണിക്കൂർ എത്ര സബ്ജക്റ്റുകൾ പഠിക്കണം എന്നെല്ലാം നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കിടിലൻ ഒരു ഷെഡ്യൂളാണ്. അപ്പം ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും, നിങ്ങളുടെ മാർക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യും എന്ന് ഞാൻ ഗ്യാരണ്ടി നൽകുന്നു. വീഡിയോ ഇതിനകത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് അതിനകത്ത് വേണം. കാരണം ഇനി അങ്ങോട്ട് നമ്മൾ മാത്സിലെയും ഫിസിക്സിലെയും ബയോളജിയിലെയും എല്ലാം സ്ട്രാറ്റജീസ് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ലൈക്ക്, കമൻറ്റ്, ഷെയർ, നിങ്ങളുടെ ചങ്കുകളിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ ഒക്കെയാണ് നമ്മുടെ സപ്പോർട്ട്. ഒപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്, അതിലും നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ആകാം. ഒപ്പം ഇനി ബാച്ചിൽ ജോയിൻ ആകണമെന്നുള്ളവർക്ക് നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ പറയും, ബാച്ചിലെ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് വീഡിയോയിൽ. അപ്പം നിങ്ങൾ കേൾക്കുക. ഇവിടെ 27-ാം തീയതി നാളെ തൊട്ട് നിങ്ങൾ അങ്ങോട്ട് പഠിച്ചു തുടങ്ങേണ്ട കാര്യങ്ങൾ, അതായത് ഫിസിക്സും കെമിസ്ട്രിയും, അതിനകത്ത് പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എക്സാം വരുന്നത് അതിനകത്ത് നിങ്ങളെ സയൻസ് സബ്ജക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ +1 ഇംഗ്ലീഷ്, അതിനകത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ളവർക്ക് ചിലപ്പം +2 +1 ഇംഗ്ലീഷ് വരാം. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം +2 സയൻസ് സബ്ജക്റ്റുകളിൽ ഫിസിക്സ്, ആ ഫിസിക്സിൽ എന്തെങ്കിലും മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന എക്സാമുകളൊക്കെ ആ ഒരു ഫീലിംഗ് അതിനകത്ത് ബാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഫിസിക്സിന് നിങ്ങൾ വളരെ ശ്രദ്ധ കൊടുക്കണം ഫസ്റ്റ് എക്സാം. കാരണം ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾക്ക് അധികം സമയം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം അതിൻ്റെ ഒരു ഫോക്കസ് കൊടുത്തുകൊണ്ട് അത് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ നടത്തേണ്ടത്. ദെൻ മാത്സിലോട്ട് വരുമ്പം അവിടെ സമയം കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ +1 ബയോളജി ഇമ്പ്രൂവ്മെൻറ്റ് അത് വളരെ കുറച്ച് പേർക്ക് ഉണ്ടാകുള്ളൂ. +1 ബയോളജി ഇമ്പ്രൂവ് ചെയ്യുന്നവർ കുറവായിരിക്കും. അതുള്ളവരാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് മാത്സിന് ശ്രദ്ധ കൊടുക്കേണ്ടി വരും. കാരണം +1 ബയോളജി തൊട്ടടുത്ത ദിവസം +2 മാത്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടി മാനേജ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധ കൊടുത്ത് പോകേണ്ടി വരും. ഇനി അതല്ല, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് +2 ബയോളജിക്ക് നമുക്ക് ഒരുപാട് ടൈം അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങളിപ്പം ഈ ഒരു കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ നന്നായി ഫോക്കസ് ചെയ്യാനുള്ളത് കൊണ്ട് അതിന് ടൈം കുറവായതുകൊണ്ടും ഇപ്പം വേണമെങ്കിൽ നിങ്ങൾ ബയോളജി നല്ല കോൺഫിഡൻസ് അത്യാവശ്യം കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ബയോളജിയുടെ ആ ഒരു ടൈം പിന്നീട് മാറ്റി വെച്ചിട്ട് പിന്നീട് ടൈം കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. ആ പ്രശ്നം ഞാൻ പറയാം. അവിടെയും പ്രശ്നങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ എക്സാം മിന്നിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്ട്രാറ്റജീസ്, അതിപ്പോൾ മാത്സിൽ എങ്ങനെ പഠിക്കണം, ഫിസിക്സിൽ എങ്ങനെ പഠിക്കണം, കെമിസ്ട്രി എങ്ങനെ പഠിക്കണം, ഏത് ചാപ്റ്റർ പഠിക്കണം, എങ്ങനെ പഠിച്ചാലാണ് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ. കാരണം ഈ ഫീൽഡിൽ അതൊക്കെ നമ്മൾ വീഡിയോസ് ആക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് ഇതിനകത്ത് വേണം. കാരണം നമുക്ക് വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു തരുന്ന ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രിപ്ഷൻ ഒക്കെയാണ്. അപ്പം നിങ്ങളുടെ ചങ്കുകളിലോട്ടൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ വൈബിൽ മോട്ടിവേഷനോട് കൂടിയിട്ട് അങ്ങ് പഠിക്കാൻ പോവുകയാണ്. നമ്മുടെ അവസാനത്തെ പരീക്ഷയാണ് സ്കൂൾ കാലഘട്ടത്തിൽ. അതങ്ങ് പൊടി പാറിക്കണം, മിന്നിക്കണം. ഇനി പഠിച്ചാൽ A+ കിട്ടുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്, ഡബിൾ പാസ് കിട്ടുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പാസ്സാകുമ്പോൾ സാർ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പാസ്സായാൽ മതി, +1 മാർക്ക് കുറവാണ്, ഇനി +2 കൂടി മാർക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ ബുദ്ധിമുട്ടാകും. കാരണം അതിനകത്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ഫെയിൽ ആകാൻ പാടില്ല. ഫെയിൽ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ സെക്കൻഡ് അറ്റംപ്റ്റിൽ പാസ്സായതാണ്, നിങ്ങൾ ഫെയിൽ ആയതാണ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് നിങ്ങൾക്ക് എപ്പോഴും അവിടെ ഒരു റിമാർക്കാണ്. അപ്പം അതുകൊണ്ട് അതിന് നിങ്ങൾ നിൽക്കരുത്. മാത്രമല്ല ഒക്കെ എഴുതി വരുമ്പോഴേക്ക് റിസൾട്ടൊക്കെ ആയി വരുമ്പോഴേക്ക് ഒരുപാട് കോഴ്സുകൾ അഡ്മിഷനൊക്കെ ക്ലോസ് ആയിട്ടുണ്ടാകും. അപ്പം നിങ്ങൾക്ക് ഒരുപാട് കോഴ്സുകൾക്കൊന്നും അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഇഷ്യൂസ് വരും. അപ്പോൾ അതിനൊന്നും നിൽക്കരുത്. കാരണം നോക്കൂ, നിങ്ങൾ ഇനിയും പഠിച്ചാൽ പാസ്സാകുമോ, മാർക്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ ഇതിനകത്ത് പ്രൂഫ് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവരൊക്കെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയതാ കേട്ടോ. നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയവരല്ല. ബാച്ചിൽ ജോയിൻ ആയിരുന്നെങ്കിൽ ഇവർ 6 മാർക്കുമായിട്ടൊന്നും വരില്ല. ഇവരെ ഒരു വർഷം സ്കൂളിൽ അതിനകത്ത് പഠിച്ചു, എന്നിട്ട് പോലും ഇവർ 6 മാർക്കൊക്കെയാണ് ഇവർക്ക് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ബിലോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. എന്നിട്ട് പോലും +2 റിസൾട്ട് വന്നിട്ട് പിന്നെ എക്സാമിലോട്ട് വളരെ കുറഞ്ഞ ദിവസങ്ങളല്ലേ ഉള്ളൂ. ആ കുറഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകൾ കൊണ്ട് ബിലോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ പോലും മികച്ച മാർക്കിലോട്ട് എത്തിക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ കോഡുകളും ട്രിക്കുകളും ആക്കിയിട്ടുണ്ട്. അല്ലാണ്ട് യൂട്യൂബിൽ കാണുന്ന ക്ലാസ്സുകൾ പോലുള്ളതല്ല നമ്മുടെ ക്ലാസ്സുകൾ. അത് നമ്മുടെ ക്ലാസ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പഠിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം നമ്മൾ ആ രീതിയിലുള്ള ക്ലാസ്സുകളാണ്. അതിപ്പം ഞാൻ പറയാറുള്ളത് വളരെ സിമ്പിളാക്കിയിട്ട് കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് 9 മാർക്കുള്ള ഇവരൊക്കെ ഫെയിലായിട്ട് വന്നതാണ്. അഡപ്പടലം പൊട്ടിയിട്ട് 1, 2, 3 സബ്ജക്റ്റൊക്കെ ഫെയിലായവർ അതിനകത്ത് ഉണ്ടായിരുന്നു. ഇവർ കണ്ടോ, +1 ഫിസിക്സിൽ 16 ആയിരുന്നെങ്കിൽ
ഇവരൊക്കെ നമ്മുടെ ബാച്ചിൽ +2 സേ എക്സാമിന് വേണ്ടിയിട്ട് ഫെയിലായിട്ട് ജോയിൻ ആയതാട്ടോ. എന്നിട്ട് പോലും കണ്ട ഫെയിലായ സ്റ്റുഡൻറ്റിന് അറൗണ്ട് 40-അടുത്ത് മാർക്ക്, അതും കുറഞ്ഞ സമയം കൊണ്ട്. നിങ്ങൾക്കറിയാമല്ലോ +2 റിസൾട്ട് വന്ന സേ എക്സാമിലോട്ട് പിന്നെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. അതിൽ തന്നെ ഇവരും പലരും നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ജോയിൻ ആയപ്പോഴേക്ക് തന്നെ ഒരുപാട് ടൈം കഴിഞ്ഞിട്ടുണ്ട്. പലർക്കും 10-12 ഒക്കെ റേഞ്ചിൽ ക്ലാസ്സുകളാണ് ചിലർക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് പോലും 14, 32, 17, 30, 6, 27 അങ്ങനെ ഒത്തിരി ബി ഗ്രേഡിലോട്ടും അതുപോലെ ഇവർ ഫെയിലായവരാണ്. നിങ്ങൾ ആലോചിക്കണം, 10, 28 5, 24 ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ അഡപടലം പൊട്ടിയ ഒരു കേസാണ്. ഫിസിക്സ് ഇവർ ബിലോ ആവറേജ് എന്ന് പറഞ്ഞാൽ ഇവർ പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഫിസിക്സ് ഒക്കെ അങ്ങോട്ട് മനസ്സിലാക്കി കൊടുക്കാനേ കോഡുകൾ വെച്ചിട്ടാണ് പഠിപ്പിച്ചിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് +1 8 മാർക്കായിരുന്നു, അവിടെ 10 മാർക്ക് കിട്ടണമായിരുന്നു പാസ്സാകാൻ. +2 5, 7 കണ്ട് അങ്ങനെ മൊത്തത്തിൽ അവർക്ക് 18, 10, 28 മാർക്ക് വേണമായിരുന്നു. സേ എക്സാമിന് ഇവർ ഫിസിക്സും കെമിസ്ട്രിയും ഫെയിലായി. അപ്പോൾ രണ്ടു കൂടി അതിനകത്ത് ഇവർ വന്നതാകട്ടെ സേ എക്സാമിനോടനുബന്ധിച്ച് ഫിസിക്സിനൊക്കെ ഒരു 10-12 ക്ലാസ്സുകളെ അവർക്ക് അതിനകത്ത് ലഭിച്ചിട്ടുള്ളൂ. എന്നിട്ട് പോലും അവർ ആ ഒരു സമയം കൊണ്ട് അവർ 28 ഫിസിക്സിന് അതായിരുന്നു വേണ്ടിയിരുന്നത്, 28 കിട്ടി. കെമിസ്ട്രിയിൽ 29 കിട്ടി. അതിനകത്ത് ഇപ്പം എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെ ഇത് നമ്മുടെ ബാച്ചിലൊരു സ്റ്റുഡൻ്റാണ്. ഇവരും SLCയിൽ 3, 4 ഒക്കെ A+ എന്ന് പറഞ്ഞാൽ ഇന്ന് മിനിമം A+ അല്ലേ, ഇന്ന് എല്ലാവർക്കും 7, 8, 9, 10 ഒക്കെ A+ കിട്ടുന്ന കാലമല്ലേ. അപ്പോൾ എന്നിട്ട് ഇവർ ഫുട്ബോളൊക്കെ കളിച്ച് നടന്ന ഒരു ആവറേജ് സ്റ്റുഡൻറ്റ്. എന്നിട്ട് കണ്ടോ SSLCയിൽ മാർക്കില്ലെങ്കിലും +1 നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയപ്പോൾ കണ്ടോ ഫിസിക്സിൽ റീവാലേഷൻ കൊടുത്ത് A+ ആയി. കെമിസ്ട്രിയിലോ അറൗണ്ട് ഫുൾ മാർക്ക്, ബയോളജിയിലോ വീണ്ടും അറൗണ്ട് ഫുൾ മാർക്കിനടുത്ത് തന്നെ വന്നു. എന്നാൽ ഇവർ കുറച്ചുകൂടി സീരിയസ് ആയി പഠിച്ചിരുന്നെങ്കിൽ ഇവർക്ക് അറൗണ്ട് എല്ലാ സബ്ജക്റ്റുകളിലും അറൗണ്ട് ഫുൾ മാർക്കിനടുത്ത് വന്നതിനെ മാത്സ് പിന്നെ ഇവർ സ്ട്രീമിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവർ സ്കൂളിൽ മാത്സ് റിലേറ്റഡ് സ്ട്രീമല്ല, ലാബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രീമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ പിന്നീട് എക്സ്ട്രാ അതിനകത്ത് ഭാവിയിൽ ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് മാത്സ് നമ്മുടെ ബാച്ചിൽ മാത്രം ജോയിൻ ആയിട്ട് ഒരു സൈഡായിട്ട് പഠിച്ചതാണ്, എക്സാമിന് വേണ്ടിയിട്ട് മാത്രം. അല്ലാതെ വലിയ സീരിയസ്നെസ് ഒന്നും കൊടുത്ത് പഠിച്ചതല്ല. എന്നിട്ട് പോലും കണ്ടോ 45 എത്തിക്കാൻ സാധിച്ചത്. അപ്പോൾ അവർ സീരിയസ് ആയി പഠിച്ചിരുന്നെങ്കിൽ മാത്സും അവർക്ക് അറൗണ്ട് ഫുൾ മാർക്ക് കിട്ടിയേനെ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇനി ഞാൻ പറഞ്ഞ നമ്മുടെ ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇതിനകത്ത് ഇത് നമ്മുടെ ബാച്ച് റിസൾട്ടാണ്. അല്ലാണ്ട് ഇവരൊക്കെ കുറഞ്ഞ സമയം കൊണ്ട് സേ ബാച്ച് റിസൾട്ട് കണ്ടോ, ഫെയിലായി വന്ന ബിലോ ആവറേജ് സ്റ്റുഡൻസിന് പോലും കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയൊക്കെ മാർക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിനി A+ അല്ല അതിനപ്പുറവും നേടുവാനുള്ള സമയം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പഠിക്കേണ്ട രീതിയിൽ പഠിക്കണം. നമ്മളിവരെ വളരെ പെട്ടെന്ന് ഷോർട്ട് ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് എല്ലാം കൂടി ഇനി അതിനകത്ത് പഠിക്കേണ്ടത് മാത്രം അതിനകത്ത് കൃത്യമായി പഠിച്ച് ചാപ്റ്റേഴ്സിലൂടെ കടന്നുപോയി. അപ്പം ആ രീതിയിൽ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആകുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നമ്പർ ഇതാണ് 77 36 70 70 45. അപ്പം ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അടിപൊളിയായിട്ട് പഠിക്കണം. ആ ഒരു മോട്ടിവേഷനിൽ അതിനകത്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ആർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ കാര്യങ്ങൾ അവൈലബിൾ ആണ്, ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പം നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. ഇനി ഇതിനകത്തെ നമ്മുടെ ഷെഡ്യൂളിലോട്ട് പോകുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുമെന്നുള്ളതാണ്. നോക്കൂ, ഇതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം ഞാൻ പറഞ്ഞു നിങ്ങൾ ഫസ്റ്റ് എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിക്സിന് 27-ാം തീയതി നിങ്ങൾക്കിപ്പം എന്താ പറയുക, ഞാനിപ്പം ഈ ഒരു ഷെഡ്യൂൾ വെച്ചിരിക്കുന്നത് ഇപ്പം ലേറ്റായിട്ട് പഠിച്ചു തുടങ്ങി അല്ലെങ്കിൽ അധികമൊന്നും അങ്ങോട്ട് അറിയില്ല. അപ്പം നിങ്ങളിപ്പം ഒരുപാട് പഠിച്ച് കഴിഞ്ഞ് റിവൈസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കണം. ഞാനിതൊരു ജനറൽ ഷെഡ്യൂളാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം പഠിക്കാൻ തുടങ്ങുന്നവർ അല്ലെങ്കിൽ അധികം അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സമയം കൊണ്ട് പഠിച്ച് തീർക്കുന്ന രീതിയിലുള്ള ഒരു ഷെഡ്യൂളാണ്. അതല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കസ്റ്റമൈസ്ഡ് ഷെഡ്യൂളാണ്. എപ്പോഴും ഓരോ വ്യക്തിയും എന്തായിരിക്കും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഷെഡ്യൂളായിരിക്കും അതിനകത്ത് ബെസ്റ്റ് എന്ന് പറയുന്നത്. ഞാനൊരു ജനറൽ എങ്ങനെയൊക്കെ അതിനകത്ത് നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാം എന്നുള്ള രീതിയിലൊരു ജനറൽ ഒരു ഷെഡ്യൂളാണ്. പക്ഷേ നിങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആവും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഷെഡ്യൂൾ ഉണ്ടാക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നോക്കൂ. നിങ്ങൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നു. ഫസ്റ്റ് ഇപ്പോൾ ഫിസിക്സിനെ ഇനി 27 1 2 3 4 5 6 ദിവസം, പിന്നെ എക്സാമിന് തൊട്ട് മുന്നുള്ള ദിവസമാണ്. അന്ന് പിന്നെ ഫുൾ എന്താണ് +1 ഇമ്പ്രൂവ് ചെയ്യുന്നവർക്ക് +1 ഇംഗ്ലീഷ് എക്സാം ഉണ്ടാവും. അതല്ലെങ്കിൽ ഇതിനകത്ത് ബാക്കി ഫിസിക്സിന് അന്ന് ഫുൾ ഡേ ഫിസിക്സിനാണ് കൊടുത്തിരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പം ലാസ്റ്റ് ഫുൾ ഡേ ഫിസിക്സാണ്. അതിന് മുന്നേ തന്നെ ഇത്രയും. ഇനി അത് മാത്രമല്ല, രാവിലെ 6 to 1 എന്ന് പറയുമ്പം അതിനകത്ത് അറൗണ്ട് നിങ്ങൾക്ക് ഒരുപാട് അവേഴ്സ് അതിനകത്ത് 6 to 12 7 അവേഴ്സ് അതിനകത്ത് കിട്ടുന്നുണ്ട്, മനസ്സിലായില്ലേ? 7 അവേഴ്സ് നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 2 3 4 5 6 അപ്പം തന്നെ 42 അവേഴ്സായി. പിന്നെ അത് മാത്രമല്ല ഈ ഡേ ഫുൾ 5-ാം തീയതി ഫുൾ ഫിസിക്സിന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് എന്ത് ചെയ്യുക, നിങ്ങളിപ്പം ഫിസിക്സ് എല്ലാം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, സ്ട്രോങ് ആണ്, കോൺഫിഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയം മറ്റ് സബ്ജക്റ്റുകൾ നോക്കാം. അല്ലാണ്ട് എല്ലാവർക്കും ഈ ഒരു ഷെഡ്യൂൾ എന്നല്ല ഞാൻ പറയുന്നത്, മനസ്സിലായില്ലേ?
അപ്പോൾ അതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. ഞാനിപ്പം ഒരു ജനറലി ഇതിനകത്ത് പറയുന്നതാണ്. അപ്പോൾ ഫിസിക്സ് നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ 5-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്ക് ഫിസിക്സ് സെറ്റ് ആക്കണം. ഇനി ഫിസിക്സ് അതിനകത്ത് നിങ്ങളിപ്പം പഠിച്ച് തുടങ്ങിയിട്ടുള്ളൂ, ഇതൊന്നും അങ്ങോട്ട് സമയം എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇനിയും സമയം വേണം. അല്ലെങ്കിൽ പഠിച്ചത് എപ്പോഴും പഠിച്ചത് എന്ത് ചെയ്യണം, റിവൈസ് ചെയ്ത് ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ റിവൈസ് ചെയ്തിട്ട് വേണം അടുത്ത ടോപ്പിക്കിലോട്ട് പോകാൻ. അങ്ങനെ പോയി റിവൈസ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ടൈം നിങ്ങൾക്ക് പോരാ, തികയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഞാനിപ്പം പിന്നീട് കെമിസ്ട്രിയാണ് 1 to 5 കെമിസ്ട്രിയാണ്. കാരണം കെമിസ്ട്രിക്കും അവിടെ എന്തില്ല, എക്സാം പെട്ടെന്ന് വരും. ഫിസിക്സ് കഴിഞ്ഞാൽ പിന്നെ നേരെ കെമിസ്ട്രിയാണ്, സമയം അധികം ഇല്ലല്ലോ. അപ്പോൾ അതും നേരത്തെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. 27-ാം തീയതി സൊല്യൂഷൻ ആൻഡ് ബയോമോളിക്യൂളും, പിന്നെ 28-ന് ഇലക്ട്രോ കെമിസ്ട്രി, 1-ന് കൈനറ്റിക്സ് ആൻഡ് അമീൻസ്, പിന്നെ 2-ന് കോർഡിനേഷൻ ആൻഡ്. അപ്പോൾ ഇവിടെ 1 മണി മുതൽ 5 മണി വരെ ഉണ്ട് എന്ന് പറഞ്ഞാൽ 4 മണിക്കൂർ. അപ്പോൾ 2 മണിക്കൂർ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ടോപ്പിക്കുകൾ പഠിക്കാം. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആദ്യം കവർ ചെയ്യുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ഏതൊക്കെയാണെന്ന് നമ്മൾ വീഡിയോസ് അതിനകത്ത് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതിനകത്ത്, ലൈക്ക് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം ഇതിനകത്ത് ഇലക്ട്രോ കെമിസ്ട്രി അതിനകത്ത് എന്ത് ചെയ്തു, പഠിച്ചു, കൈനറ്റിക്സ് പഠിച്ചു, അമീൻസ് പഠിച്ചു, കോർഡിനേഷൻ പ്ലസ് D&F ചെറുതല്ല. അപ്പോൾ അന്ന് തന്നെ അത് പഠിക്കാൻ നോക്കുക. കോർഡിനേഷൻ ഒരു 3 മണിക്കൂർ കൊടുത്താൽ D&Fന് എന്താ 1 മണിക്കൂർ കൊടുക്കുക. അപ്പോൾ 1 to 5 അല്ലേ. പിന്നെ ആൽഡിഹൈഡ് അമീന് കൊടുക്കുക, ആൽക്കോഹോൾ ഫിനോൾ ഈതർ. ഇനി കെമിസ്ട്രിക്ക് എന്തുണ്ട്, വീണ്ടും സമയം വരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും പെൻഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ ദെൻ ഇമ്പ്രൂവ്മെൻറ്റിന് ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 5 to 7, 5 മണി തൊട്ട് 7 മണി. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബ്രേക്കൊക്കെ നിങ്ങൾ 5 or 10 ആയിട്ട് പെട്ടെന്ന് ബ്രേക്കൊക്കെ എടുത്ത്, ബ്രേക്കിന് വേണ്ടി മാത്രം നമ്മളങ്ങനെ സമയമൊന്നും നീക്കി വെച്ചിട്ടില്ല. നിങ്ങൾ ആ ഒരു ഇപ്പം ലഞ്ച് ബ്രേക്ക് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ആ ഒരു ടൈം, അല്ലെങ്കിൽ ഈവനിങ് ബ്രേക്ക് ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ടൈമൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യുക, കുറച്ചിട്ട് പഠനത്തിലോട്ട് ഫോക്കസ് ചെയ്യുക. അപ്പം ഇമ്പ്രൂവ്മെൻറ്റ് 5 to 7 ആകുമ്പം അതിനകത്ത് നിങ്ങൾക്ക് +1 കെമിസ്ട്രി ഇമ്പ്രൂവ് ചെയ്യുന്നവർ കൂടുതലുണ്ടാകാം. അതിന് ടൈമില്ല. കാരണം ഇത് +2 ഫിസിക്സ് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മുടെ +2 കെമിസ്ട്രി, പിന്നെ 13-ാം തീയതി +1 കെമിസ്ട്രിയാണ്. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യുന്നവർക്ക് അധികം ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന് എന്ത് ചെയ്യുക, ഫോക്കസ് കൊടുത്ത് പ്രിപ്പയർ ചെയ്യുക. ഇനി +1 ബയോളജി ഉള്ളവരാണെങ്കിൽ ചെറുതായിട്ട് +1 ബയോളജിയും അതിൻ്റെ കൂടെ നോക്കി പോകാമെന്നാണ് ഞാൻ പറയുക. അതൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തുക. +1 ഫിസിക്സിന് അത്യാവശ്യം കുറച്ച് ടൈം അവിടെ കിട്ടുന്നുണ്ട്, എക്സാമിൻ്റെ ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. പക്ഷേ +1 കെമിസ്ട്രിക്ക് അങ്ങനെ ടൈം കിട്ടുന്നില്ല. +1 ബയോക്ക് ടൈം കിട്ടുന്നുണ്ടെങ്കിലും അവിടെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു +1 ബയോ കഴിഞ്ഞ ഉടനെ തന്നെയാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, നിങ്ങളുടെ +2 മാത്സ് വരുന്നത്. അപ്പോൾ +1 ബയോ അതിനകത്ത് ഇപ്പം ഫെയിലായവരോ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, +2 മാത്സ് റെഡിയാക്കി വെക്കേണ്ടി വരും. അല്ലെങ്കിൽ അവിടെ, കാരണം +1 ബയോളജി കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് +2 മാത്സ്. അപ്പോൾ മാത്സിന് പഠിക്കാൻ ടൈം ഉണ്ടാവില്ല. +1 ബയോളജി കൂടി പഠിക്കുമ്പോൾ അത് നിങ്ങൾ മാനേജ് ചെയ്യാൻ പഠിക്കേണ്ടി വരും. ആ രീതിയിൽ നിങ്ങൾക്ക് നോക്കേണ്ടി വരും. ഇനി +1 കെമിസ്ട്രി മാത്രമുള്ളവരാണെങ്കിൽ അത് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് അതിനകത്ത് പോകാം. എനിവേ അതിനകത്ത് നിങ്ങൾക്ക് ഇനിയിപ്പം ഈ 2 മണിക്കൂറുണ്ട്. അപ്പോൾ 1 മണിക്കൂർ ഒരു സബ്ജക്റ്റ് പഠിച്ചിട്ട് 1 മണിക്കൂർ മറ്റ് സബ്ജക്റ്റ് പഠിക്കുക. അങ്ങനെയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് സബ്ജക്റ്റുകളാണെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ജനറലി ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഇനി ഇതൊന്നും ഫോക്കസ് ചെയ്യാത്തവരാണെങ്കിൽ, +2 ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ ഫിസിക്സ് കെമിസ്ട്രിയോ മാത്സോ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഫോക്കസ് ചെയ്യാം. പിന്നെ 7 to 10 ഞാൻ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ +2 മാത്സ് ആണ്, അതിൻ്റെ ഓർഡർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് എപ്പോഴും നിങ്ങൾ ഈ ഒരു 1 hour റിവിഷൻ അല്ല, നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അത് വീണ്ടും എന്ത് ചെയ്യുക, നിങ്ങൾ റീകോൾ ചെയ്യുക, കണ്ണടച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുക. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ അടുത്തതിലോട്ട് മൂവ് ചെയ്യുക. അങ്ങനെ അപ്പം തന്നെ റീകോൾ ചെയ്യുക, മൾട്ടിപ്പിൾ റീകോൾ ഉടനെ തന്നെ ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഈ സംഭവങ്ങളൊക്കെ ഇതിനകത്ത്. പിന്നെ മാത്സിന് വേണ്ടിയിട്ട് റിലേഷണൽ ഫംഗ്ഷൻ പെട്ടെന്ന്, അപ്പോൾ ഒരു 3 മണിക്കൂറുണ്ടല്ലോ, അതുകൊണ്ട് തീർക്കാൻ നോക്കാം. ഇനി ആ സമയത്ത് അതിനകത്ത് +1 ബയോ, ഞാനിവിടെ +1 ബയോ എന്നിട്ടത് ഏതും പഠിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ +1 ബയോ ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളവർ മാത്സ് ഈ ഒരു സമയത്ത് സെറ്റാക്കി പോകുന്നത് നല്ലതാണ്. അതല്ലാത്തവരാണെങ്കിൽ +1 ബയോ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 7 to 10 മാത്സ് നിങ്ങൾ അത്യാവശ്യം കോൺഫിഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് മാറ്റം വരുത്താം. ഈ സമയം നിങ്ങൾക്ക് ഫിസിക്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഫിസിക്സ് പഠിക്കാം. കാരണം മാത്സിന് പിന്നെയും കുറച്ച് സമയം ആ ഒരു മാത്സിൻ്റെ ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പോൾ അതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങളുടെ പ്രിഫറൻസ് വൈസ് കാര്യങ്ങൾ. ഇപ്പം ഇതിനകത്ത് മാത്സിന് വേണ്ടിയിട്ടൊരു ടൈം ഞാൻ വെച്ചിട്ടുണ്ട്. എന്നാലും പെട്ടെന്ന് മാത്സ് തീർത്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ആ ഒരു റിലാക്സേഷൻ എല്ലാം തീർന്നു എന്നുള്ള ഒരു ഫീലിംഗ് കിട്ടുമല്ലോ, ഒരു സമാധാനം, ഒരു കോൺഫിഡൻസ്. ഓക്കെ. പിന്നെ റിവിഷന് വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങൾ ലാസ്റ്റ് എന്തായാലും റിവിഷന് വേണ്ടിയിട്ട് 1 hour ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ +2 ഫിസിക്സ് അപ്പോഴേക്ക് നിങ്ങൾ ലാസ്റ്റ് പിന്നെ 5-ാം തീയതി എല്ലാം ഞാൻ എന്താണ് +2 ഫിസിക്സിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് 5-ാം തീയതി എല്ലാം +2 ഫിസിക്സിന്, അന്ന് നിങ്ങളെ +1 ഇമ്പ്രൂവ്മെൻറ്റ് ഇംഗ്ലീഷ് ചെയ്യുന്നവർക്ക് അത് ഉണ്ടാകാം. പക്ഷേ അന്ന് അത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ +2 ഫിസിക്സ് എക്സാം കഴിഞ്ഞാൽ CS-കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഞാൻ CS-കാരുടെ ആ ഒരു കമ്പ്യൂട്ടർ സയൻസ് എത്രത്തോളം ചാപ്റ്റേഴ്സ് ഉണ്ട്, എങ്ങനെയാണ് അതിൻ്റെ ഡിഫിക്കൽറ്റി ലെവൽ, ഒന്നും നമുക്ക് ആ ഒരു ഫീൽഡിൽ അടിച്ചില്ലാത്തതുകൊണ്ട് തന്നെ അത് ഞാൻ അതിനകത്ത് CS-കാർക്കുള്ളൊരു ഷെഡ്യൂൾ അല്ല ഇത്. അത് നിങ്ങൾ CS-കാർ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ രീതിയിൽ ഇതിനകത്ത് മാറ്റം വരുത്തിയിട്ടൊക്കെ നിങ്ങൾക്കൊരു ഷെഡ്യൂൾ ഉണ്ടാക്കാം. പിന്നെ +2 ഫിസിക്സ് എക്സാം കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സമയത്ത് +1 കെമിസ്ട്രിയോ
നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നോക്കാം. +1 കെമിസ്ട്രിക്കാണ് കുറച്ച് ടൈം അധികം ഇല്ലാത്തത്, അപ്പോൾ അത് നോക്കണമെങ്കിൽ അങ്ങനെ നോക്കാം. +1 ഫിസിക്സിന് ടൈം ഉണ്ട് കേട്ടോ. അതില്ല +1 കെമിസ്ട്രി ഇല്ലാത്തവരാണ്, +1 ഫിസിക്സ് ഉള്ളവരാണെങ്കിൽ അങ്ങനെ നോക്കാം, അല്ലെങ്കിൽ +1 ബയോ ഉള്ളവരാണെങ്കിൽ അങ്ങനെ നോക്കാം. പക്ഷേ +1 ഫിസിക്സിനൊക്കെ ടൈം അവിടെ കിട്ടുന്നുണ്ട്, +1 ബയോക്കും കുറച്ച് ടൈം കിട്ടുന്നുണ്ട്, +1 കെമിസ്ട്രിയാണ് തീരെ ടൈം കിട്ടാത്തത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് 5 to 7 നിങ്ങൾ +1 കെമിസ്ട്രി ഫോക്കസ് ചെയ്ത് പോകാം അതുള്ളവരാണെങ്കിൽ എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി ഒക്കെ. അപ്പോൾ മാത്സിൽ ഇപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഏകദേശം മാത്സിൻ്റെ ഒരു കാര്യം പറയുമ്പോഴേ, മാത്സ് ഞാൻ ചിലർക്കിപ്പം ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾ ഇപ്പം തീരെ പഠിച്ച് തുടങ്ങിയിട്ടില്ല, മാത്സ് ഒക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ആദ്യം എളുപ്പമുള്ള ടോപ്പിക്കുകൾ സെറ്റാക്കി പോകുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും. അപ്പോൾ ആ ഓർഡറിലാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതല്ല നിങ്ങളിപ്പോൾ മാത്സ് അത്യാവശ്യം എന്താണ് നന്നായിട്ട് തന്നെ മാർക്കൊക്കെ വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ആ ഒരു എക്സാമിനോടനുബന്ധിച്ച് പെട്ടെന്ന് നോക്കി തീർക്കാമല്ലോ. ഇപ്പം ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻ്റഗ്രേഷന്, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷന്, പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷന്, അതുപോലെ തന്നെ എന്താ പറയുക ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ആ ഒരു സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിപ്പോകാം. അപ്പോൾ അതുകൂടി തീർത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുമ്പോൾ പിന്നെ എളുപ്പമുള്ള ഭാഗങ്ങൾ പെട്ടെന്ന് തീർത്തിട്ട് മാത്സിൽ സ്കോർ ചെയ്യാൻ. അതൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചാണ്, നിങ്ങളുടെ ഒരു ധൈര്യം ആ ഒരു മോട്ടിവേഷനൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാം. ഇത് 2 രീതിയിൽ അതിനകത്ത് ചെയ്യാം. ഫസ്റ്റ് എളുപ്പമുള്ളത് തീർത്തിട്ട് പിന്നെ ബുദ്ധിമുട്ടിലോട്ട് പോകാം, അല്ലെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എളുപ്പമുള്ളത് പെട്ടെന്ന് തീർക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ്, ഈ ഭാഗങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റ് ഇൻ്റഗ്രേഷനൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ ആ രീതിയിൽ നോക്കാം. ഇൻ്റഗ്രേഷൻ ഏറ്റവും കുറച്ചുകൂടി, ഡിഫറൻഷിയേഷനും ആപ്ലിക്കേഷനും ഡെറിവേറ്റീവും ആദ്യം നോക്കുന്നതാണ് നല്ലത്. അത് മാത്സിൻ്റെ ഒരു ഹാക്കുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണുക. അപ്പം അത് സംഭവം, അതായത് നിങ്ങളിപ്പം ഡിഫറൻഷിയേഷനോ ആപ്ലിക്കേഷനോ ഡെറിവേറ്റീവ്സ് വലിയ കുഴപ്പമില്ല. പിന്നെ ഇൻ്റഗ്രേഷനൊക്കെ ആണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഫുൾ ടൈം അതിന് വേണ്ടി നിൽക്കരുത്. അപ്പം ടൈം അവിടെ ഒരുപാട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ടൈം ലിമിറ്റ് വെച്ചിട്ട് വേണം ഇൻ്റഗ്രേഷനൊക്കെ പഠിക്കുമ്പോൾ ചെയ്യേണ്ടത്. അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റിലേഷണൽ ഫംഗ്ഷനൊക്കെ കോൺഫിഡൻ്റ് ആണെങ്കിലാണ് ഞാൻ അതിലേക്ക് മൂവ് ചെയ്യാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, ഫസ്റ്റ് ഫിനിഷ് ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന ടൈം എന്ത് ചെയ്യുക, ഇൻ്റഗ്രേഷനും ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സും ഒക്കെ ചെയ്യുക. അപ്പം ഏറ്റവും ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവും ഡിഫറൻഷിയേഷനും ഒക്കെ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ അതൊക്കെ നേരത്തെ ചെയ്യുന്നത് നല്ലത്. ഇൻ്റഗ്രേഷന് അതുപോലെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷനും എളുപ്പമാട്ടോ. ഇൻ്റഗ്രേഷനും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ ആയിരിക്കും പലർക്കും ബുദ്ധിമുട്ടുണ്ടാവുക. പിന്നെ ഇൻവേഴ്സ് ടെക്നോമെട്രിയും. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ്. അതൊക്കെ നിങ്ങളെ കോൺഫിഡൻസ് അനുസരിച്ച്. ഓക്കെ, പിന്നെ നമ്മളതിനകത്ത് ഈ ഒരു സംഭവം പറഞ്ഞു CS-ൻ്റെ. പിന്നെ ഇതിനകത്ത് ഇനിയിപ്പം CS എക്സാം 7-ാം തീയതിയാണ് CS എക്സാം. അപ്പോൾ അതുള്ളവർ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ CS എക്സാം എന്ന് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് മുന്നേ കണ്ടോ നിങ്ങൾ ഇവിടെ ഇവിടെ CS എന്ന് പറഞ്ഞതേ, ഇത് ഇവർ +2 ഫിസിക്സ് കഴിഞ്ഞാൽ CS ഉള്ളവർക്ക് ആ CS-ൻ്റെ എക്സാം ഉണ്ട് എന്ന് പറയാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ ബയോക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇട്ടിരിക്കുന്നത്. അന്ന് നിങ്ങൾ +2 ഫിസിക്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് +1 കെമിസ്ട്രി ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സമയത്ത് +1 കെമിസ്ട്രിയോ നോക്കാം. അതല്ല അത് ഇമ്പ്രൂവ് ചെയ്യാത്തവരുണ്ടെങ്കിൽ +1 ഫിസിക്സ് നോക്കുന്നവരാണെങ്കിൽ അങ്ങനെ നോക്കാം. ഇനി അതൊന്നും ഇമ്പ്രൂവ് ചെയ്യുന്നില്ല, +1 ബയോ ആണ് നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് വേണ്ടതെങ്കിൽ, നിങ്ങൾ ഫെയിൽ ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ നോക്കാം. അങ്ങനെ പിന്നെ മാത്സിൻ്റെ ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാം. നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബയോ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ സമയത്ത് ബയോ പഠിക്കാം. ഈ മാത്സിൻ്റെ 7 to 10 തന്നെ നിങ്ങൾക്ക് 2 അവർ മാത്സ് പഠിച്ചിട്ട് 1 അവർ ലാസ്റ്റ് ബയോ വേണമെങ്കിൽ അങ്ങനെ പഠിക്കാം. ബയോ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ബയോക്ക് ഇവിടെ ഞാൻ കൊടുക്കാത്ത, ബയോക്ക് ഒരുപാട് ടൈം അവിടെ കിട്ടുന്നുണ്ട്. അപ്പം ബയോ ഇനിയിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബയോ എന്നുള്ളവർക്ക് നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു 1 hour ഒക്കെ വെച്ച് വേണമെങ്കിൽ അങ്ങനെയും മൂവ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഇത് നമ്മൾ പറഞ്ഞില്ലേ, ഒരുപാട് പേര് ഓരോരുത്തർക്കും അവരുടേതായ ഓരോ കേസുകൾ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മോഡിഫൈ ചെയ്യുക. പിന്നെ 7 CS ആണ്. പിന്നെ അന്ന് നിങ്ങൾ ഉച്ചയ്ക്ക് CS ഉള്ളവർക്ക് അത്, അല്ലെങ്കിൽ CS ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് +2 കെമിസ്ട്രി പഠിക്കാമല്ലോ. കാരണം ഇനി 7-ാം തീയതിയും ഇവിടെ മോർണിംഗ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് +2 കെമിസ്ട്രി പഠിക്കാം. പിന്നെ 1 to 5 നിങ്ങൾക്ക് അതിനകത്ത് +2 കെമിസ്ട്രി പഠിക്കാം. +2 കെമിസ്ട്രി നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മാത്സ് പഠിക്കണമെങ്കിൽ അങ്ങനെ മാറ്റം വരുത്താം. ഇതൊക്കെ നിങ്ങളെ മാറ്റം വരുത്താൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. കാരണം +2 കെമിസ്ട്രിക്ക് ഇവിടെ ഇനിയും സമയമുണ്ടല്ലോ, 10-ാം തീയതിയാണ്. അപ്പം കെമിസ്ട്രി ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഇപ്പോൾ രാവിലെ 6 to 1 തന്നെ നമ്മൾ CS ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് +2 കെമിസ്ട്രി നോക്കാം. പിന്നെ അന്ന് 1 to 5 +2 കെമിസ്ട്രി നോക്കണമെന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ +2 കെമിസ്ട്രി കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് നോക്കണമെങ്കിൽ അങ്ങനെ നോക്കാം. അതല്ല മാത്സ് ആണെങ്കിൽ അങ്ങനെ നോക്കാം. മാത്സിന് പിന്നെ എക്സ്ട്രാ സമയം വീണ്ടും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റിന് അതിൻ്റെ സമയം ആയത്തെ പോലെ തന്നെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ആ രീതിയിൽ എന്ത് ചെയ്യാം. പിന്നെ നിങ്ങൾ +2 കെമിസ്ട്രി 8-ാം തീയതി +2 കെമിസ്ട്രി കാരണം എക്സാമിനോട് അടുത്ത് തുടങ്ങിയില്ല. +2 കെമിസ്ട്രിക്ക് കൂടുതൽ ടൈം കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് +2 കെമിസ്ട്രി തീർന്നിട്ടില്ലെങ്കിൽ മാത്സ് എടുത്തിട്ട് +2 കെമിസ്ട്രിയിലോട്ട് തന്നെ ആ ഒരു ടൈം, ഇത് മാത്സിൻ്റെ സമയമാണ്, ഡിഫറൻഷ്യബിലിറ്റി ആ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, +2 കെമിസ്ട്രി പഠിക്കാം. അതൊക്കെ നിങ്ങൾക്ക് ടൈം മാറ്റാമെന്ന് പറഞ്ഞു. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് സമയത്ത് നിങ്ങൾ +1 കെമിസ്ട്രി ഉള്ളവരാണെങ്കിൽ അത് ഫോക്കസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്താണ്, പിന്നെ +1 കെമിസ്ട്രിക്ക് അധികം ടൈം ഉണ്ടാവില്ല. പിന്നെ +2 കെമിസ്ട്രി ലാസ്റ്റ് 9-ാം തീയതി ഫുൾ ഞാൻ +2 കെമിസ്ട്രിക്കാണ് ഇട്ടിരിക്കുന്നത്. കാരണം 10-ാം തീയതി എന്താണ്, +2 കെമിസ്ട്രിയുടെ എക്സാമാണ്. അപ്പം
ഇവിടെ 8-ാം തീയതിയും ഏകദേശം ഓൾമോസ്റ്റ് +2 കെമിസ്ട്രിക്കാണ് ഇട്ടിരിക്കുന്നത്. ഈ മാത്സിൻ്റെ ടൈം വരെ വേണമെങ്കിൽ നിങ്ങൾ +2 കെമിസ്ട്രിക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 10-ാം തീയതി നമ്മുടെ +2 കെമിസ്ട്രി എക്സാമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഞാൻ ഇട്ടിരിക്കുന്നത് +1 കെമിസ്ട്രി ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളവർക്ക് അതാണ്. കാരണം എന്താണ്, പിന്നെ നേരെ 13-ാം തീയതി അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് പാർട്ട് 2 എക്സാം കൂടി നിങ്ങളുടെ ലാംഗ്വേജിൻ്റെ എക്സാം വരുന്നുണ്ട്. +2കാർക്ക്, +1കാർക്കും അതിനിടയിൽ വരുന്നുണ്ട്. അപ്പം പാർട്ട് 2 ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുന്നവർ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് പാട്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ സമയത്ത് +2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് +1 കെമിസ്ട്രി നോക്കാമെന്ന്. അപ്പം +1 കെമിസ്ട്രി നോക്കാം. അതില്ലാത്തവരാണെങ്കിൽ +2 മാത്സ്, അപ്പം +1 ഇമ്പ്രൂവ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളവരാണെങ്കിൽ +2 മാത്സ് നോക്കി പോകാം. പിന്നെ വീണ്ടും +2 മാത്സ് നോക്കി പോകാം. അപ്പം +1 കെമിസ്ട്രി ഉള്ളവരാണെങ്കിൽ ആ സമയത്ത് +1 കെമിസ്ട്രി നോക്കി പോകാം. അതൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച്. +2 മാത്സോ അല്ലെങ്കിൽ +2 ബയോ വേണമെങ്കിൽ അതിനകത്ത് ബയോ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ അങ്ങനെ നോക്കാം. ഇനിയിപ്പം +1 കെമിസ്ട്രിയുടെ +1 കെമിസ്ട്രി പാർട്ട് 2 ലാംഗ്വേജാണ്, +1ൻ്റെ പാർട്ട് 2 ലാംഗ്വേജാണ്. അപ്പോൾ അത് ഇമ്പ്രൂവ് ഒന്നും ആരും ചെയ്യുന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് +1 കെമിസ്ട്രി നോക്കാം. പിന്നെ +1 കെമിസ്ട്രി ഇമ്പ്രൂവ് ചെയ്യുന്നവർക്ക് 11-ാം തീയതിയും എന്ത് ചെയ്യാം, ഈ ഒരു 1 to 5 നിങ്ങൾ വേണമെങ്കിൽ, കാരണം നിങ്ങൾക്ക് എന്തുണ്ട് പാർട്ട് 2 എക്സാം ഉണ്ട്. അപ്പോൾ 1 to 5 നിങ്ങൾക്ക് വേണമെങ്കിൽ പാർട്ട് 2 നിങ്ങളുടെ സബ്ജക്റ്റാണ്, മാർക്ക് വേണമല്ലോ, A+ ഒക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും പലരും ലാംഗ്വേജിലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഈവനിങ് സമയം എന്ത് ചെയ്യാം, പാർട്ട് 2 പഠിക്കാം. അതുപോലെ തന്നെ വൈകിട്ട് പാർട്ട് 2 പഠിക്കാം. നൈറ്റൊക്കെ വേണമെങ്കിൽ പാർട്ട് 2 പഠിക്കാം. ഇനി വേണമെങ്കിൽ രാവിലെയും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് +1 കെമിസ്ട്രി അല്ല, നിങ്ങൾക്ക് പാർട്ട് 2 ആണ് അങ്ങനെ നിങ്ങൾക്ക് പഠിക്കണം, ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണെങ്കിൽ അങ്ങനെ ആ സമയത്തും പഠിക്കാം. അതായത് 11-ാം തീയതി, കാരണം 12-ാം തീയതി നിങ്ങളുടെ പാർട്ട് 2 എക്സാമാണ് ലാംഗ്വേജിൻ്റെ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, +1 കെമിസ്ട്രി ഉള്ളവരാണെങ്കിൽ, കാരണം +1 കെമിസ്ട്രി തന്നെ ഫോക്കസ് ചെയ്യണം, കാരണം തൊട്ടടുത്ത ദിവസം +1 കെമിസ്ട്രിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പാർട്ട് 2 ലാംഗ്വേജിൻ്റെ സമയത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ +1 കെമിസ്ട്രി ഇട്ടത്. അതുകൊണ്ടാണ്, കാരണം +1 കെമിസ്ട്രി പിന്നെ പാർട്ട് 2 ലാംഗ്വേജ് കഴിഞ്ഞാൽ നേരെ +1 കെമിസ്ട്രി, ആ സമയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ ഞാൻ +1 കെമിസ്ട്രി ഇടയ്ക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ഇമ്പ്രൂവ്മെൻറ്റ് +1 കെമിസ്ട്രി മാർക്ക് കുറവാണ്, കാരണം കഴിഞ്ഞ എക്സാം ടഫായിരുന്നല്ലോ നിങ്ങളുടെ +1 കെമിസ്ട്രിയുടെ +1-ലെ. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളിത് ഫോക്കസ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ +1 കെമിസ്ട്രിയുടെ എക്സാം നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് പോയി നന്നായിട്ട് തന്നെ എഴുതി പഠിച്ചു എന്ന് വിചാരിച്ചോളൂ. ഇനി +2 മാത്സിന് അതിനകത്ത് +1 കെമിസ്ട്രി കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി വൈകിട്ട് +2 മാത്സ് പഠിക്കുക, അല്ലെങ്കിൽ +2 ബയോ, കാരണം ഇനി +2-ൽ നിങ്ങൾക്ക് അത് 2 ബാക്കിയുള്ളൂ. +2 മാത്സും +2 ബയോ, പിന്നെ ഇംഗ്ലീഷാണ് അത് ലാസ്റ്റാണ്. അപ്പോൾ +2 മാത്സ് പഠിക്കുക, അല്ലെങ്കിൽ +2 ബയോ പഠിക്കാം. +1 പിന്നെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സമയത്ത് നിങ്ങൾക്ക് +1 ബയോ പഠിക്കാം, കാരണം ഇനി നിങ്ങൾക്ക് വരുന്നത് +1 ബയോ ആണ്. അതിന് ടൈം കിട്ടില്ല, അതിന് വളരെ അതിനകത്ത് +1 ബയോ ആണ് അടുത്ത് വരുന്നത്. +1 ഫിസിക്സിന് പക്ഷേ ടൈമുണ്ട്. +1 ബയോ കുറച്ച് പേർക്ക് ഉണ്ടാവുള്ളൂ, അതില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സമയത്ത് +1 ഫിസിക്സ് പഠിക്കാമെന്ന്. പിന്നെ അങ്ങനെ പോയിട്ട് +2 മാത്സ് അല്ലെങ്കിൽ +2 ബയോ, അതല്ലെങ്കിൽ ഇമ്പ്രൂവ്. ഇപ്പം +1 ബയോക്ക് ഭയങ്കര മാർക്ക് കുറവാണ്, ഫെയിൽ ആയിട്ടുള്ളവരാണെങ്കിൽ +1 ബയോയുടെ ഇമ്പ്രൂവ് നെക്സ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണമെങ്കിൽ അവിടെ ഫോക്കസ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ 14-ാം തീയതി +2 മാത്സ് പഠിക്കുന്നവർക്ക് അത് പഠിക്കാം, +2 ബയോ പഠിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ പഠിക്കാം. +2 ബയോക്ക് നിങ്ങൾ പിന്നെയും ടൈമുണ്ട് കേട്ടോ. നിങ്ങൾ +1 ഫിസിക്സ് ഇമ്പ്രൂവ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് +2 ബയോക്ക് നല്ല ടൈമുണ്ട്. അപ്പം ഇവിടെ മാത്സിനാണ്, പിന്നെ മാത്സ് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ മാത്സ് തന്നെ ഫോക്കസ് ചെയ്ത് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അതൊക്കെ നിങ്ങളുടെ പ്രയോറിറ്റി വെച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നിങ്ങളുടെ ലെവലൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അസസ് ചെയ്യുക. +2 മാത്സ്, +2 ബയോ അല്ലെങ്കിൽ +1 ബയോ ഒക്കെ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഈ ഒരു സമയത്ത് നോക്കാം. കാരണം ഇനി നിങ്ങളുടെ അടുത്ത എക്സാം എന്ന് പറയുന്നത് ഏതാണ്, 14-ാം തീയതി കഴിഞ്ഞാൽ നിങ്ങൾക്കിതാ 16-ാം തീയതി നിങ്ങളെ +1 ബയോയുടെ ഇമ്പ്രൂവ് എഴുതേണ്ടവർക്ക് ആ എക്സാം വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ കുറവായിരിക്കും +1 ബയോ ഇമ്പ്രൂവ് ചെയ്യുന്നവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് പിന്നെ തൊട്ടടുത്ത ദിവസം എന്താണ്, +2 മാത്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് +1 ബയോ ഇമ്പ്രൂവ് ചെയ്യാത്തവർ ഈ സമയത്തൊക്കെ എന്ത് ഫോക്കസ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്, +2 മാത്സ് ആണ്. കാരണം ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഇവിടെ ഞാൻ +2 മാത്സ് ഇട്ടിരിക്കുന്നത്. എല്ലാം കണ്ടില്ല, +2 മാത്സ്. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റിന് ഞാൻ +1 ബയോ അല്ലെങ്കിൽ +1 ഫിസിക്സ് ഇട്ടിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, +2 മാത്സിന് തന്നെ കൊടുക്കാം. നിങ്ങൾക്ക് മാത്സ് ബുദ്ധിമുട്ടുണ്ട്, പഠിച്ചെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ +2 മാത്സിലോട്ട് മാറ്റാം. മനസ്സിലായില്ലേ? അപ്പോൾ അത് നിങ്ങളുടെ ലെവൽ എങ്ങനെയാണ് +2 മാത്സിൽ എന്ന് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. ഇവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ +1 ബയോ ഇമ്പ്രൂവ് ചെയ്യാത്തവരാണെങ്കിൽ +2 മാത്സ് ചെയ്യാം. +2 മാത്സ് ഇനിയിപ്പം ഇവിടെയൊക്കെ +2 മാത്സിന് സമയമുണ്ട്, കണ്ടില്ലേ? ഇപ്പോൾ ഈ ഇമ്പ്രൂവ്മെൻറ്റ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, +1 ബയോ ചെയ്യുന്നവരാണെങ്കിൽ അത് ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെ, കാരണം നിങ്ങൾക്ക് തൊട്ടടുത്ത് +1 ബയോ എക്സാമാണ്. അപ്പോൾ അതല്ലാത്തവരാണെങ്കിൽ, അപ്പോൾ +1 ബയോ ഫെയിൽ ആയിട്ടുണ്ട്, നിങ്ങളത് ഫോക്കസ് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ ഈ 15-ാം തീയതി എന്ത് ചെയ്യാം, +1 ബയോ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ തൊട്ടടുത്ത ദിവസം 17-ാം തീയതി +2 മാത്സ് ഉണ്ടെന്ന് ഓർക്കണം. അപ്പം +1 ബയോ കഴിഞ്ഞാൽ പിന്നെ അന്ന് ഫുള്ള് നിങ്ങൾ എന്താ, അതിപ്പോൾ തന്നെ +1 ബയോ കഴിഞ്ഞാൽ എന്തായാലും അന്ന് മാത്സ് ആയിരിക്കും, കാരണം തൊട്ടടുത്ത ദിവസം മാത്സ് ആണല്ലോ. അപ്പം +1 ബയോ ഇമ്പ്രൂവ് ചെയ്യുന്നവർ ശ്രദ്ധിച്ച് കരുതിയിരിക്കുക. മാത്സ് കോൺഫിഡൻ്റ് ആക്കിയിട്ട് വേണം നിങ്ങൾ +1 ബയോ അതിനകത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ. ആ ഷെഡ്യൂൾ കാര്യങ്ങളൊക്കെ അതിനകത്ത് നിങ്ങളുടെ ആ ഒരു രീതിയിൽ കസ്റ്റമൈസ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് എല്ലാവർക്കും ഒരുപോലെ അപ്ലിക്കബിൾ ആവുന്ന രീതിയിലല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇതിനകത്ത് മാറ്റം വരുത്തണം. ഞാൻ ഇതിനകത്തൊരു മോഡൽ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി
+2 മാത്സ് എക്സാം കഴിഞ്ഞാൽ പിന്നെ +1 ബയോ ഇമ്പ്രൂവ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയമൊക്കെ +2 മാത്സിന് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാം. ഇനി ബയോളജിയെക്കുറിച്ച് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ കുറച്ച് സമയം ഇടയ്ക്ക് എന്ത് ചെയ്യാം, ഈ 14-ാം തീയതിയൊക്കെ ആകുമ്പോൾ അതിനകത്ത് കുറച്ച് സമയം ഉണ്ടല്ലോ, അപ്പോൾ അന്നൊക്കെ വേണമെങ്കിൽ ബയോളജിക്കും വേണമെങ്കിൽ കുറച്ച് അവേഴ്സ് എന്ത് ചെയ്യാം കൊടുക്കാം. പക്ഷേ എന്നിരുന്നാലും ബയോളജി കുറച്ച് ടൈം അവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾ ബയോളജിയെക്കുറിച്ച് കോൺഫിഡൻ്റ് ആണെങ്കിൽ, മാത്സിനെ കുറിച്ച് സ്ട്രഗിൾ ചെയ്യുന്നൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ മാത്സിലോട്ട് കോൺസെൻട്രേഷൻ കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ 16-ാം തീയതി +1 ബയോ ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളവർ അത് കഴിഞ്ഞു. 17-ാം തീയതി +2 മാത്സ് ആണ്. അതുകൊണ്ട് തന്നെ 16-ാം തീയതി ഫുൾ മാത്സ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ ബയോ ഇമ്പ്രൂവ്മെൻറ്റ് ബയോ ഒന്നും ചെയ്യാത്തവരില്ലാത്തവർക്കെല്ലാം എന്ത് ചെയ്യാം, ഇതിനകത്ത് +2 മാത്സിന് സമയം കൊടുക്കാം. സമയമുണ്ട് മാത്സിന് എന്നുള്ളതാണ്. പക്ഷേ എന്ന് വെച്ചാൽ മാത്സ് അത്രയധികം പഠിക്കാനും ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ആ രീതിയിൽ ചെയ്യണം. 17-ാം തീയതി അങ്ങനെ മാത്സ് കഴിഞ്ഞു. പിന്നെ 18-ാം തീയതി CS എക്സാമാണ്. അപ്പോൾ ഈ മാത്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ CS ഉള്ളവരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ CS ഇട്ടിട്ടുള്ളത്. അതായത് CSന് വേണ്ടിയിട്ട് ഈ ഒരു ഷെഡ്യൂളില്ല. ഞാൻ പറഞ്ഞു CS-ഉമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കാണ് അതിനകത്ത് എത്ര ചാപ്റ്റർ ഉണ്ട്, ഏതൊക്കെ എങ്ങനെയാണ് CS ആണെന്നും എനിക്കറിയില്ല. അതുകൊണ്ട് CS-കാർക്ക് ഞാൻ ഇതിനകത്ത് ഉള്ള ഷെഡ്യൂളല്ല, അത് നിങ്ങൾ ഇതിനനുസരിച്ച് മാറ്റം വരുത്തണം എന്ന് പറഞ്ഞു. പിന്നെ +2 മാത്സ് അങ്ങനെ പോയിട്ട് +1 ഫിസിക്സ്, ദെൻ +1 ഫിസിക്സ്, +2 പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, +2 മാത്സ് കഴിഞ്ഞാലേ പിന്നെ CS അങ്ങനെ ലാസ്റ്റ് ഇവിടെ എന്ത് വരുന്നുണ്ട്, നമ്മുടെ +1 ഫിസിക്സിൻ്റെ എക്സാം അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അപ്പോൾ +2 മാത്സ് കഴിഞ്ഞാൽ +1 ഫിസിക്സ് ഇമ്പ്രൂവ് ചെയ്യുന്നവരാണെങ്കിൽ +1 ഫിസിക്സ് ഫോക്കസ് ചെയ്ത് അതിനകത്ത് പോകാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ +1 ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സമയത്തൊക്കെ ഞാൻ +1 ഫിസിക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ +2 മാത്സ് കഴിഞ്ഞല്ലോ, ഇനി +1 ഫിസിക്സ് ഉള്ളവർക്ക് അത് കൊടുക്കാം. പിന്നെ CS നെക്സ്റ്റ് വരുന്നുണ്ട്. CS ഉള്ളവരപ്പം CS തന്നെ ആയിരിക്കും പഠിക്കുന്നത്, കാരണം തൊട്ടടുത്ത ദിവസം CS അല്ലേ. അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് +1 ഫിസിക്സ് ഉള്ളവർക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ +1 മാത്സ് ഉള്ളവർക്ക് അത് ചെയ്യാം. +2 ബയോ ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ +1 ഒന്നും ഇമ്പ്രൂവ് ഫോക്കസ് ചെയ്യാത്തവരാണെങ്കിൽ +2 ബയോക്ക് ടൈം കൊടുക്കും, കാരണം ഇനി +2 ബയോ എക്സാം ആണല്ലോ. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സമയത്ത് +1 ഫിസിക്സ് അല്ലെങ്കിൽ +1 മാത്സ് അല്ലെങ്കിൽ അത് കൊടുക്കാം. പിന്നെ +1 ഫിസിക്സ് അതുപോലെ തന്നെ ഇമ്പ്രൂവ് ചെയ്യുന്നവരാണെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ +2 ബയോ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് പോകാം. കാരണം +2 ബയോക്ക് ഇതിനകത്ത് എന്തുണ്ട്, ഒരുപാട് സമയമുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ CS എക്സാം ആണെങ്കിൽ CS ഇല്ലാത്തവരാണെങ്കിൽ +2 ബയോ അല്ലെങ്കിൽ +1 ഫിസിക്സ് നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളെ അതിനനുസരിച്ച് എങ്ങനെയാണ് +1 ഫിസിക്സിൽ പറ്റ മാർക്ക് കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ +1 ഫിസിക്സ് കുറച്ച് ഫോക്കസ് ചെയ്യേണ്ടി വരും. +2 ബയോ നല്ല കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് +1 ഫിസിക്സിന് കൊടുക്കാൻ സമയം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചാണ്. കാരണം +2 ബയോ, പിന്നെ +2 ബയോ, +1 ഫിസിക്സ്, +2 ബയോ, +2 ബയോ, +2 ബയോ, +2 ബയോ അങ്ങനെ പോയിട്ടുണ്ട്. +2 ബയോ, കാരണം +2 ബയോളജിക്ക് ഒരുപാട് ടൈം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ +1 ഫിസിക്സിന് പിന്നെ ലാസ്റ്റ് 22-ാം തീയതി എന്താണ് +1 ഫിസിക്സിന് കൂടുതൽ ടൈം ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ +1 ഫിസിക്സ് ഇല്ലാത്തവരാണെങ്കിൽ +2 ബയോ എടുക്കാം. കാരണം തൊട്ടടുത്ത ദിവസം 23-ാം തീയതി എന്താണ് നിങ്ങളുടെ +1 ഫിസിക്സിൻ്റെ ഇമ്പ്രൂവ് ചെയ്യുന്നവർക്കുള്ള എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബയോക്ക്, പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, +1 ഫിസിക്സ് ഇമ്പ്രൂവ് ചെയ്യുന്നവർ +2 ബയോ തൊട്ടടുത്ത ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞ് വന്ന് ബയോ പഠിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു 22-ാം തീയതി എന്ത് ചെയ്യുക, 22-ാം തീയതി നിങ്ങൾ +1 ഫിസിക്സിന് വേണ്ടിയിട്ട് സമയം കൊടുക്കുന്നുണ്ടെങ്കിലും, കാരണം തൊട്ടടുത്ത ദിവസം നിങ്ങൾ +1 ഫിസിക്സ് ആണല്ലോ, കൂടുതലും ആ 22-ാം തീയതി +1 ഫിസിക്സിനായിരിക്കും ടൈം കൊടുക്കുക. പക്ഷേ അതിൻ്റെ മുന്നേ നിങ്ങളപ്പോൾ എന്ത് ചെയ്യണം, ബയോ ഫോക്കസ് ചെയ്ത് പോകണം. ബയോ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ബയോ, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഇവിടെയൊക്കെ ബയോ ഇട്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെയൊക്കെ ബയോ ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ബയോ പെട്ടെന്ന് തീർത്തിട്ട് +1 ഫിസിക്സിന് മൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾ ഇവിടെ അതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ +2 ബയോ ആണ് ഇവിടെ കെട്ടിയിരിക്കുന്നത്, കണ്ടോ? അതുകൊണ്ട് എന്താണ് +2 ബയോ പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുക, ഇനിയിപ്പോൾ +1 ഫിസിക്സ് നോക്കാമെന്നുള്ള. അപ്പം പിന്നെ ഒരു പേടി ഉണ്ടാവില്ല. അപ്പം +1, അപ്പം നിങ്ങൾ ആദ്യം ആ ഒരു സ്ട്രാറ്റജിയാണ് അതിനകത്ത് നോക്കേണ്ടത്. +2 ബയോ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ അങ്ങ് നന്നായി തീർക്കുക ഏകദേശമൊക്കെ. അപ്പം പിന്നെ +1 ഫിസിക്സ് ഇമ്പ്രൂവ് ചെയ്യുന്നവർക്ക് അത് നോക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ +2 ബയോ ഒക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ +2 ബയോ തീർന്നിട്ട് പിന്നെ നിങ്ങൾക്ക് +1 ഫിസിക്സിലോട്ട് ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത് തുടങ്ങാം. മനസ്സിലായില്ലേ? പിന്നെ ലാസ്റ്റ് +1 ഫിസിക്സ് ഇമ്പ്രൂവ് ചെയ്ത് 22-ാം തീയതി +1 ഫിസിക്സിൽ ഫോക്കസ് ചെയ്യാം. കാരണം അപ്പം ഇതിന് മുന്നേ നിങ്ങൾ +2 ബയോ ഏകദേശം എന്ത് ചെയ്തിരിക്കണം, തീർത്തിരിക്കണം. കാരണം ഏകദേശം അല്ല, ആൾമോസ്റ്റ് തീർത്തിരിക്കണം. എന്നിട്ട് നിങ്ങൾ +1 ഫിസിക്സിലോട്ട് പോവുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 15-ാം തീയതി അല്ല, 22-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ എന്താ, നമ്മൾ 23-ാം തീയതി നിങ്ങളുടെ +1 ഫിസിക്സിൻ്റെ എക്സാമാണ്. ഇപ്പോൾ 22-ാം തീയതി നിങ്ങൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും 21-ഉം 20-ഉം ഒക്കെ +2 ബയോ നിങ്ങൾ നന്നായി ഫോക്കസ് ചെയ്ത് പെട്ടെന്ന് തീർത്തിട്ട് ഇമ്പ്രൂവ്മെൻറ്റിലോട്ട് പോകുക. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി അവിടെ ഉണ്ട്.
പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇനി ലാസ്റ്റ് 23-ാം തീയതി പോകുമ്പോൾ +1 ഫിസിക്സിൻ്റെ എക്സാമാണ് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ +2 ബയോ അന്ന് മാത്രമേ സമയം അതിനകത്ത് കൂടുതൽ കിട്ടുള്ളൂ. അപ്പോഴേക്ക് ബാക്കി റിവിഷന് കാര്യങ്ങൾക്ക് തന്നെ തീർക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പം +1 +2 ബയോ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു മാത്സ് കഴിഞ്ഞ ഉടനെ തന്നെ +2 ബയോ സെറ്റ് ചെയ്തിട്ട് പിന്നെ ബാക്കി +1 ഫിസിക്സിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് ആ രീതിയിൽ പോവുക. മനസ്സിലായില്ലേ? അതാണ് നിങ്ങൾക്ക് സ്ട്രാറ്റജി. പിന്നെ +2 ബയോ എക്സാം ആകുമ്പോഴേക്ക് എല്ലാം സെറ്റ് ചെയ്ത് +2 ബയോക്ക് മാക്സിമം മാർക്ക് കിട്ടണം. കാരണം അതൊക്കെയാണ് നിങ്ങളുടെ മാർക്ക് കൂട്ടുന്നത് +2 ബയോ ഒക്കെ. പിന്നെ +1 മാത്സ് പിന്നെ ഞാൻ അധികം +1 മാത്സിന് അവിടെ കൊടുത്തിട്ടില്ല അധികമൊന്നും. ഇപ്പം +1 ഫിസിക്സും +1 മാത്സും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സമയത്ത് ആദ്യം +1 കെമിസ്ട്രിക്കാണ് ഫോക്കസ് കൊടുത്തത്. പിന്നെ അത് എക്സാം കഴിഞ്ഞപ്പോൾ പിന്നെ +1 ഫോക്കസിനാണ് കൊടുത്തത്. +1 ഫിസിക്സിന് ഫോക്കസ് കൊടുത്തു. പിന്നെ +1 മാത്സിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറേ +2 ബയോ കഴിഞ്ഞാൽ പിന്നെ ആകെ +1 മാത്സ് എക്സാമേ ഉള്ളൂ. അതാണെങ്കിൽ +1 മാത്സ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും അതിൻ്റെ ടോപ്പിക്കുകളൊക്കെ. അപ്പോൾ അതിന് ഒരുപാട് സമയം അതിന് കിട്ടുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്ത് 25-ാം തീയതി കിട്ടുന്നുണ്ട്, 26-ാം തീയതി കിട്ടുന്നുണ്ട്, 24-ാം തീയതി എക്സാം കഴിഞ്ഞിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ +1 മാത്സിന് ഞാൻ അവിടെ എന്ത് ചെയ്തിട്ടില്ല, ആദ്യമൊന്നും ആ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ടൈമിൽ 5 to 7 വലിയ അത് കൊടുത്തിട്ടില്ല. പക്ഷേ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, മാത്സ് ഭയങ്കര മാർക്ക് കുറവാണ്, മാത്സ് ബുദ്ധിമുട്ടാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ആ ഷെഡ്യൂൾ മാറ്റം വരുത്തുക. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ +1 മാത്സ് അങ്ങനെ പോയി 27-ാം തീയതി +1 മാത്സ് ആണ്. +1 മാത്സ് ഇമ്പ്രൂവ് ചെയ്യുന്നവർക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ടൈം ടേബിളിൽ മനസ്സിലാവും. കാരണം ഒരുപാട് ടൈം കിട്ടുന്നുണ്ട്. പിന്നെ +2 ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷ് വീക്ക് ആയവരാണെങ്കിൽ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഇവിടെ ഇത്രയും സമയം കിട്ടുന്നുള്ളൂ 27-ാം തീയതി. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ സമയത്ത് ഇംഗ്ലീഷ് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. കാരണം ഇംഗ്ലീഷ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങളുടെ അതിനനുസരിച്ച് ഉൾപ്പെടുത്താം. ഇംഗ്ലീഷ് വീക്കാണ്, കൂടുതൽ മാർക്ക് വാങ്ങിക്കണം, സമയം കൊണ്ടുവരുന്നെങ്കിൽ അത് നിങ്ങൾ മിക്സ് ചെയ്ത് നിങ്ങളുടെ രീതിയിൽ മോഡിഫൈ ചെയ്യുക. ഞാനിവിടെ സയൻസ് സബ്ജക്റ്റുകളെ ഫോക്കസ് ചെയ്തുള്ള ഒരു ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജിനൊക്കെ നിങ്ങൾ സമയം കണ്ടെത്തണം. ഫൈനലി 28-ാം തീയതി നിങ്ങൾ ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷിന് ഈ ഒരു സമയം പോരാ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തേണ്ടി വരും. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് എന്താണ് ഒരു ഫൈനൽ ഷെഡ്യൂളല്ല. ഞാൻ ജസ്റ്റ് ഒരു രൂപരേഖ, ഒരു മോഡൽ, ഓരോ സ്റ്റുഡൻറ്റും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ. അപ്പം ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, +1 ഇമ്പ്രൂവ്മെൻറ്റിന് പഠിക്കുമ്പോൾ നിങ്ങൾ +2 സബ്ജക്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് റെഡിയാക്കിയിട്ട് അത് പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി വെച്ചിട്ട് +1 ഇമ്പ്രൂവ്മെൻറ്റിന് നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് അങ്ങോട്ട് കിട്ടും, രണ്ടും കൂടി സെറ്റ് ചെയ്ത് മാച്ച് ചെയ്ത് പോകും. ഇനി കൂടുതൽ സ്ട്രാറ്റജീസിന് വേണ്ടിയിട്ട് നമ്മുടെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് ടൈം എടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഫൈനലി ഞാൻ പറയുന്നു, ഈ ഓരോ സ്റ്റുഡൻറ്റിനും നിങ്ങൾ ഈ ഷെഡ്യൂളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, മാറ്റം വരുത്തി റെഡിയാക്കണം. കാരണം നിങ്ങളെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഫൈനൽ ഒരു ഷെഡ്യൂളല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജനറലൈസ് ഒരു മോഡൽ അങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള സ്ട്രാറ്റജീസ് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷെഡ്യൂളാണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഷെഡ്യൂൾ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കണം. കാരണം നിങ്ങൾ എന്ന വ്യക്തിയെ, നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ഏത് സബ്ജക്റ്റാണ് നിങ്ങളുടെ വീക്ക്നെസ് എന്നെല്ലാം അറിയുന്നത് നിങ്ങൾക്കാണ്. അപ്പം എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. ബാച്ചിൽ ജോയിൻ ആകേണ്ടവർക്ക് ആ നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പം അതിനകത്ത് ഇതെല്ലാമാണ് കാര്യങ്ങൾ. 77 36 70 70 45 നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ജോയിൻ ആകാം. അപ്പം അതൊക്കെയാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.